Good morning. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? കാവ്യ, ഗൗരി, സുനിത, ഐഷ ഓക്കെ ആണോ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലേ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. എന്നെ ഓർക്കണ്ടോ? കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് എടുത്തതെന്ന് ഓർക്കണ്ടോ? രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എവിടെ വരെ എത്തി? എവിടെ വരെ എത്തിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? എവിടെ വരെയാ ഓർമ്മ നോക്കട്ടെ. ഒന്ന് രണ്ടാഴ്ചയായി നമ്മൾ കണ്ടിട്ട്. ക്രിസ്മസിന്റെ അങ്ങനെ ഒരാഴ്ച പോയി, പിന്നെ കഴിഞ്ഞ ആഴ്ച 2 ദിവസം ഞാൻ ലീവായിരുന്നു. ഓക്കെ, ഓർക്കുന്നുണ്ടോ? ക്ലാസ്സിൽ കയറിയെത്തുന്നവര് എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്? ടു ടൈപ്സ് ഓഫ് ഫാക്ടേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ആ ബോക്സ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മള്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ നമുക്ക് 6 ആക്കി തിരിക്കാം. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ്, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിംഗ് സോഴ്സസ്, ആപ്ലിക്കേഷൻ പൂൾ, സെലക്ഷൻ പ്രോസസ്, 6ാമത്തെ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. 6 സ്റ്റെപ്സുകൾ. ഓക്കെ അല്ലേ? അതിനകത്ത് നമ്മളപ്പോ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തീരുന്ന ഒരു കാര്യമല്ല. അത് കുറച്ച് സ്റ്റെപ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? 6 സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് പഠിക്കാൻ തന്നേക്കുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ്, ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിംഗ് സോഴ്സസ്, ആപ്ലിക്കേഷൻ പൂൾ, സെലക്ഷൻ പ്രോസസ്, ദെൻ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അത് കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് എല്ലാത്തിനും. റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ് അതിന്റെ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിനെയും അത് കഴിയുമ്പോൾ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഉണ്ട്. അതാണ് കോമൺ ആയിട്ട് അങ്ങനെ എഴുതിയേക്കുന്നത്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, 6ാമത്തെ സ്റ്റെപ്പാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് നോക്കിയേ, റിക്രൂട്ട്മെന്റ് പ്ലാനിംഗ്. Recruitment planning is the initial step of the recruitment process. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഇനീഷ്യൽ സ്റ്റെപ്പ്, ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നമ്മൾ അത് പ്ലാൻ ചെയ്യും അല്ലെ? അതൊരു ആസൂത്രണം ചെയ്യും. 1ാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിക്രൂട്ട്മെന്റ് പ്ലാനിങ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഡാഷ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ സ്റ്റെപ്പ്. It involves determining the following. ഇതിനകത്ത് ഉൾപ്പെടുന്ന 2 കാര്യങ്ങളാണ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്ന 2 കാര്യങ്ങളാണ്. നമ്പർ ഓഫ് കോണ്ടാക്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. ഏതൊക്കെയാ? നമ്പർ ഓഫ് കോണ്ടാക്ട്സ്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട്സ്. നമ്പർ ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദി ഇൻഡിവിജ്വലിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം, അത് ആസൂത്രണം ചെയ്യുന്നതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. എന്താണ്? ആപ്ലിക്കേഷൻസിന്റെ എണ്ണമാണ്. Organization always wanted to capture more than the required candidates as they wanted to make the best choice out of a large number of candidates. Organization ആ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ആ സ്ഥാപനം എപ്പോഴും കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. എന്താണ്? നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? നമുക്കൊരു 10 വേക്കൻസി ഉണ്ട്, അതിന് 15 പേരെ വന്നോളൂങ്കിൽ ആ 15 പേരിൽ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. എന്നാൽ അവിടെ 100 പേര് വന്നിട്ടുണ്ടെങ്കിലോ, 100 ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുതലാണെങ്കിലോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 100 പേരിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 പേരെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ എപ്പോഴും എന്താണ്? കൂടുതൽ, അതായത് നമുക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ട് അതിനേക്കായൊക്കെ ഒരുപാട് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനാണ് ആ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത്.
It is also done because many candidates are not willing to join the organization. എന്താ കാര്യം? ഇനി എല്ലാവരും ഇപ്പൊ അവിടെ വരുന്ന എല്ലാവരും ചിലപ്പോ ഇപ്പൊ നമ്മൾ 10 പേരെ സെലക്ട് ചെയ്തു, അതിനിപ്പോ എല്ലാവരും ചിലപ്പോ വില്ലിങ് ആവണമെന്നില്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, ആ സ്ഥാപനത്തിൽ ചിലപ്പോ എന്തെങ്കിലും അവിടുത്തെ ജോലിഭാരം കാരണോ അല്ലെങ്കിൽ ട്രാവലിംഗിന് എന്തെങ്കിലോ അല്ലെങ്കിൽ ജോലിയുടെ ഇതൊക്കെ മൂലം വരുന്ന എല്ലാവരും അവിടെ ജോയിൻ ചെയ്യാൻ വില്ലിങ് ആവോ? 100 ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും വില്ലിങ് ആവോ? ഇല്ലല്ലോ, അല്ലേ? Because many candidates are not willing to join the organization. Organization join ചെയ്യാൻ കുറച്ച് candidates willing അല്ല. And a few of them may not be fulfilling the selection criteria. കുറച്ച് പേരെന്താ ആ ഓർഗനൈസേഷന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ പേര് നമ്മൾ അവിടുന്ന് റിജക്ട് ചെയ്യേണ്ടി വരും, ഒഴിവാക്കും. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, of the applicants ന്റെ ക്വാണ്ടിറ്റിനെ കുറിച്ച് ചിന്തിക്കണം. It should get in fill all the vacancies with the suitable candidates. ആ അനുയോജ്യമായ കാൻഡിഡേറ്റ്സിനെ വെച്ചിട്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി, ആപ്ലിക്കേഷൻസിന്റെ ക്വാണ്ടിറ്റി, അതിനെ കുറിച്ച് ഓർഗനൈസേഷൻ തിങ്ക് ചെയ്യണം, അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ക്വാണ്ടിറ്റി ഓഫ് ആപ്ലിക്കേഷൻ, അതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. Whenever a recruitment program is thought of, the organization has to think about dash of the applications in the quantity ne kurichu chindikkanam. എന്തിനു വേണ്ടി? It should get in so as to fill all its vacancies suitable candidates. അതാണ് നമ്പർ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. Type of contact എന്ന് പറഞ്ഞാൽ it pertains to the individual who should be informed about job vacancy according to the job description and the job specification. ജോലിയുടെ ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ നിർദ്ദേശങ്ങള്, ഇതിനൊക്കെ അനുസൃതമായിട്ട് ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Type of contact pertains to the individual who should be informed about the vacancy. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ആ ജോബ് വേക്കൻസിനെ കുറിച്ച് അറിയിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. എന്താ, ജോലിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് റൂൾസ് റെഗുലേഷൻസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെ? ഇപ്പൊ ജോലി നമ്മളെ അറിയിക്കുന്ന ആളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ടൈപ്പ് ഓഫ് കോണ്ടാക്ട്. അതും ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്നത്. നമ്പർ ഓഫ് കോണ്ടാക്റ്റും ഉണ്ട്, ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റും ഉണ്ട്. ക്ലിയർ ആയില്ലേ രണ്ട് കാര്യങ്ങള്? സെക്കൻഡ്, recruitment sources. Recruitment source നെ ഐഡന്റിഫൈ ചെയ്യുക. What's the recruitment plan? ഇനി റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനലൈസ് ആയി കഴിഞ്ഞാൽ representing the number and the type of the candidates, ആ ടൈപ്പ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്, അത്രയും എണ്ണം കാൻഡിഡേറ്റ്സ്, ഇതൊക്കെ അങ്ങനെയുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഫൈനൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? They must be attracted in such a way that they offer themselves employment. എന്ത് ചെയ്യണം? അവര് സ്വയം ആ ജോലിക്ക് വേണ്ടിയിട്ട് അവര് എന്താ പറയാ, അവരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ സമർപ്പിക്കാൻ അവര് വില്ലിങ് ആവണം. ഉണ്ടോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Hence, it is essential to identify the source. നമ്മൾ എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷൻ അതിന്റെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. From which these candidates can be attracted. ആ കാൻഡിഡേറ്റ്സ് ഏതൊക്കെ സോഴ്സ് ആണ് അട്രാക്ട് ചെയ്യുന്നത്, ആ ഒരു സോഴ്സിനെ കുറിച്ച് ഈ ഓർഗനൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാ, നമുക്ക് നല്ല സാലറി കൂട്ടി തരാം, ഓഫർ കൊടുക്കാണ് കമ്പനി,
നല്ല സാലറി കൂട്ടിത്തരാം, ഗ്രാറ്റുവിറ്റി, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങള് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എംപ്ലോയി തന്നെ അല്ലെ, നല്ല സാലറി ഉണ്ട്, നമുക്ക് അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിൽ വരൂല്ലേ അല്ലെ? അപ്പൊ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഓഫറുകൾ വരുമ്പോൾ അങ്ങനെയുള്ള ഓഫറുകൾ വരുമ്പോൾ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുന്നു? അവര് അതില് അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് അവർ തന്നെ പറയുന്നു. ഉണ്ടോ? അതാ, അങ്ങനെയുള്ള സോഴ്സ് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ സോഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ആ കമ്പനിയിലേക്ക് കാൻഡിഡേറ്റ്സ് അട്രാക്റ്റഡ് ആകും. മനസ്സിലായോ? ഐഡന്റിഫൈ റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. Hence, it is essential to identify the source. ആ സോഴ്സ് കമ്പനി മനസ്സിലാക്കണം. നല്ല സാലറി കൂട്ടിത്തരാമെന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവരും നല്ല സാലറി പ്രതീക്ഷിക്കുന്നവരല്ലേ? അപ്പൊ നമ്മൾ തന്നെ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നമ്മൾ ആ കമ്പനിയോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. Candidates can be attracted. അപ്പൊ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന സോഴ്സസ് ആ കമ്പനി ഐഡന്റിഫൈ ചെയ്യണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. മൂന്നാമത്തെയാണ് കോണ്ടാക്ടിങ് സോഴ്സസ്. കോണ്ടാക്ടിങ് സോഴ്സസ്, ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് എംപ്ലോയിനെ കിട്ടും അതാണ് എന്ന് നോക്കണം. ഇനി ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് എംപ്ലോയിനെ കിട്ടണം? After the final decision about the sources of selecting the potential candidates, the procedure of contacting these sources is initiated. അതായത് നമ്മൾ ഫൈനൽ ഡെസിഷന് ശേഷം സാധ്യതയുള്ള അതിന് യോഗ്യരായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ഫൈനൽ തീരുമാനം, ഡിസിഷന് ശേഷം ആ സോഴ്സുമായി ബന്ധപ്പെടുന്നതിനുള്ള പ്രൊസീജിയർ അവിടെ ആരംഭിക്കുന്നു. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ എന്താ? ടു വേ പ്രോസസ്. പറഞ്ഞതല്ലേ നമ്മള്? റിക്രൂട്ട്മെന്റ് ഈസ് എ ടു വേ പ്രോസസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ടു വേ പ്രോസസ് ആണ്. ആരൊക്കെ തമ്മിലുള്ള പ്രോസസ്സാ? There are mainly two parties. രണ്ട് പാർട്ടികൾ ഉണ്ട് അവിടെ. ആരൊക്കെയാണ്? റിക്രൂട്ടർ ആൻഡ് റിക്രൂട്ടി. ആരൊക്കെ ഉള്ളത്? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടു വേ പ്രോസസ് ആണ്. അവിടെ ആരൊക്കെയുണ്ട്? റിക്രൂട്ടർ ഉണ്ട്, റിക്രൂട്ടി ഉണ്ട്. Based on the information about the candidates, the recruiter can select the candidates. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള വിവരങ്ങള് അതിനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടറിന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. അണ്ടർലൈൻ ചെയ്തേ. ടു വേ പ്രോസസ് ആണ്. അതിലുള്ള രണ്ട് പാർട്ടീസ് ആരൊക്കെയാണ്? റിക്രൂട്ടറും റിക്രൂട്ടിയും. ഇനി റിക്രൂട്ടർ ക്യാൻ സെലക്ട് ദ കാൻഡിഡേറ്റ്സ്. അവിടെ ചോദിക്കാട്ടോ, who can select the candidates? ആരാണ്? റിക്രൂട്ടറിന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. എന്തിനു ബേസ് ചെയ്തിട്ട്? കാൻഡിഡേറ്റ്സിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ നോക്കി, ഇൻഫർമേഷൻ അതിനെ ബേസ് ചെയ്തിട്ട് റിക്രൂട്ടറിന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാം. സിമിലർലി ദ റിക്രൂട്ടി. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. റിക്രൂട്ടി എന്നാണോ രണ്ടാമത്തെ? കറക്റ്റ് ആണോ നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേ. എവിടെ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, റിക്രൂട്ടി എന്നാണ് അവിടെ ടെക്സ്റ്റില്. സിമിലർലി ആണോ? അവിടെ റിക്രൂട്ടറിന് തന്നെയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനില്. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയാ, സെന്റൻസ് ഒന്ന് നോക്കിയേ. സിമിലർലി ദ റിക്രൂട്ടി, RECRUITEE. റിക്രൂട്ടിക്ക് എന്തുണ്ട്? കാവ്യ, ആൻസി, ശരിയാണോ? ന്യൂറിയ, നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് കറക്റ്റ് ആണോ? റിക്രൂട്ടിന്ന് തന്നെയാണോ കിടക്കുന്നേ? യെസ് മാം, കറക്റ്റ് ചെയ്തു. കറക്റ്റ് ചെയ്തു. അപ്പൊ അത് ടെക്സ്റ്റിൽ തെറ്റായിരുന്നല്ലേ കിടന്നത്? അതൊന്ന് കറക്റ്റ് ആക്കണം കേട്ടോ. റിക്രൂട്ടിയാണ്. റിക്രൂട്ടി ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ ടേക്ക് ദ ഡിസിഷൻ ടു ജോയിൻ ദ ഓർഗനൈസേഷൻ ഓർ അപ്ലൈ somewhere else. ഓക്കെ, അപ്പൊ റിക്രൂട്ടിക്ക് എന്ത് തീരുമാനിക്കാം?
അല്ലെ? ആ സ്ഥാപനത്തിന് ജോലി ചെയ്യണോ നമുക്ക് തീരുമാനിക്കാലോ, അല്ലെ? ഇപ്പൊ നമ്മൾ ആ ജോലിയുടെ കാര്യങ്ങളെ കുറിച്ച് ഇതെല്ലാം കമ്പനി നമ്മളോട് പറയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യണോ അതോ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ. അത് നമുക്ക് പറ്റൂല. അപ്പോ അവിടുത്തെ വർക്ക് ലോഡ് കൂടുതലാണ്, വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, നൈറ്റ് ചിലപ്പോ നമ്മൾ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓവർ ടൈം നിൽക്കേണ്ടി വരും, നമുക്ക് പറ്റിയതല്ല. അങ്ങനൊരു തോന്നല് നമുക്ക് കമ്പനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കേട്ടിട്ട് റിക്രൂട്ടിക്ക് തീരുമാനിക്കാം ആ കമ്പനിയിൽ ജോയിൻ ചെയ്യണോ ഓർ അപ്ലൈ സംവെയർ എൽസ്, അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും അപ്ലൈ ചെയ്യണോ എന്നുള്ളത്. Hence, the organization must choose the information is to be shared with the candidates. അപ്പൊ അതുകൊണ്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. മസ്റ്റ് ചൂസ് ദ ഇൻഫർമേഷൻ ടു ബി ഷെയർഡ്. കാൻഡിഡേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കണം. കൂടുതൽ കാൻഡിഡേറ്റ്സ് നമുക്ക് അട്രാക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം ഓർഗനൈസേഷൻ തിരഞ്ഞെടുക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഓർഗനൈസേഷൻ ചൂസ് ചെയ്യാൻ. കണ്ടോ? അതായത് ഓർഗനൈസേഷൻ പറയുന്നതിനെ ബേസ് ചെയ്തിരിക്കും കാൻഡിഡേറ്റ്സ് അവിടെ നിൽക്കണോ അവിടെ വർക്ക് ചെയ്യണോ എന്നുള്ളത് അവരാ തീരുമാനിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ്, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തില്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളവരെ തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറമെ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സിന്റെ കാര്യത്തിൽ ഓർഗനൈസേഷൻ ചൂസ് ചെയ്യണം എന്ത് ഇൻഫർമേഷൻ കാൻഡിഡേറ്റ്സുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ആപ്ലിക്കേഷൻ പൂൾ. പൂൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആട്ടോ, ആപ്ലിക്കേഷൻസിന്റെ ഗ്രൂപ്പ്, കൂട്ടം. The final aim is to attract more and more candidates so as to maintain the flexibility in selection. അപ്പോ നമ്മൾ ഈ ഫൈനൽ എയിം എന്താ? ഒരു പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതിന്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഫൈനൽ എയിം എന്ന് പറഞ്ഞ എന്താണ്? കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക. അതാണ് കമ്പനി ആഗ്രഹിക്കുന്നതും. കൂടുതൽ ആ ഒരു വേക്കൻസി ഉണ്ട്, ഒരു ജോബ് വേക്കൻസി ഉണ്ട്, അതിലേക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയാ? സോ ആസ് ടു മെയിൻറ്റെയിൻ ഫ്ലെക്സിബിലിറ്റി ഇൻ സെലക്ഷൻ. സെലക്ഷനിലെ ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതിന്. അതിന് മുന്നുള്ള പാരഗ്രാഫിലെ ബേസ്ഡ് ഓൺ എന്നുള്ളത് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Based on the information about the candidate, റിക്രൂട്ടറിന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ റിക്രൂട്ടിക്ക് ആ ഓർഗനൈസേഷനിൽ നിൽക്കണോ എന്നുള്ളത് ആ റിക്രൂട്ടിക്ക് തീരുമാനിക്കാനും പറ്റും. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ പൂൾ ആണ് അടുത്തത്. ഫൈനൽ എയിം എന്താണ്? നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഫൈനൽ എയിം എന്താ? കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുക. ഇതിനു വേണ്ടിയാ? ടു മെയിൻറ്റെയിൻ ദ ഫ്ലെക്സിബിലിറ്റി ഇൻ സെലക്ഷൻ. സെലക്ഷനിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട്. അതായത് ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിലല്ല അതിൽ നിന്ന് നമുക്ക് ഏറ്റവും 10 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ 12 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോ എല്ലാവരും നല്ല ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നല്ല അതിന് ആപ്റ്റായിട്ടുള്ളവരാണെന്നില്ല. ചിലപ്പോ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ സെലക്ട് ചെയ്താവാം. എന്നാൽ 100 പേര് എന്ന് പറയുമ്പോൾ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ളവരെ കമ്പനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയാണ്? സെലക്ഷനിലെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. നോ മാറ്റർ വാട്ട് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് യൂസ്ഡ്. ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്നുള്ളതിനൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. The organization start receiving application from potential candidates as soon as the source of recruitment are contacted. അതായത് പല സോഴ്സുമായിട്ട് നമ്മളെ ഓർഗനൈസേഷൻ ബന്ധപ്പെടുമ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ അപേക്ഷകള് ഓർഗനൈസേഷൻ റിസീവ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഒരു എന്താ പറയാ പല സോഴ്സുമായിട്ട് റിക്രൂട്ട്മെന്റ് സോഴ്സുമായിട്ട് ആ ഓർഗനൈസേഷൻ ബന്ധപ്പെടുമ്പോൾ എപ്പോഴും എന്താണ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻ കമ്പനി എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു, ഓർഗനൈസേഷൻ റിസീവ് ചെയ്യുന്നു. ഒന്നാമത്തെ സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ദ ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ടൈപ്പ്, ഏത് തരം സ്ഥാപനമാണ്? കൈൻഡ് ഓഫ് ദ ജോബ്, ഏത് തരം ജോലിയാണ്? ആൻഡ് ദ കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് മാർക്കറ്റിലുള്ള കണ്ടീഷൻ ഇൻ സ്പെസിഫിക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി. മാർക്കറ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി.
ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ. ഇതാണ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണത്തെ നിർണ്ണയിക്കുന്ന കാര്യം. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The type of the organization, ഏത് തരം സ്ഥാപനമാണ്, ഏത് തരം ജോലിയാണ്, മാർക്കറ്റിലുള്ള ഈ കാൻഡിഡേറ്റ്സിന്റെ അവൈലബിലിറ്റി, മാർക്കറ്റിൽ ഒത്തിരി ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇത് ഡിഗ്രി കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ്, പഠിച്ചിറങ്ങിയ കുട്ടികൾ ധാരാളം ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആപ്ലിക്കേഷന്റെ എണ്ണം നിർണ്ണയിക്കുന്ന കാര്യം. Determine the number of applications. Last sentence underline ചെയ്തോ അതില്. Okay. എന്തൊക്കെ കാര്യങ്ങളാ? Type of the organization, kind of the job, the condition in specific human resources. അതായത് മാർക്കറ്റിലുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അടുത്ത് നോക്കിയേ, അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് സെലക്ഷൻ എന്ന് വെച്ചാൽ നോക്കിയേ, ദ പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ആപ്ലിക്കൻസ്. ഈ ആപ്ലിക്കൻസിനെ നമ്മൾ തരംതിരിക്കുകയാണ്, ക്ലാസിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഇൻ ഓർഡർ ടു ഹയർ ദോസ് ഹു ആർ മോർ കോമ്പീറ്റന്റ് ഫോർ ദ ജോബ്. ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായ ആളെ നിയമിക്കുന്നതിന് വേണ്ടി, ഹയർ ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക കേട്ടോ. ജോലിക്ക് ആ ജോലിക്ക് ഏറ്റവും കഴിവുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് നിയമിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ് സെലക്ഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ചെയ്തെങ്കിൽ ഒരു തമ്പൊക്കെ തന്നേ. എന്താണ് രാവിലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ആരും? നൂറി അവിടെ എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരേ തമ്പൊക്കെ തന്നാലല്ലേ അതിന് എന്താ ക്ലാസ്സിൽ ഒരു രസമുള്ളത്. നിങ്ങളത് എന്നെ ഫോളോ ചെയ്ത് വരണ്ടോന്നും കൂടി എനിക്ക് അറിയണ്ടേ. അണ്ടർലൈൻ ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് തമ്പിട്ട് തന്നെ. ശരി, പിള്ളേരെന്താ ഇങ്ങനെ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തു. അത്രയും നീട്ടി പിടിച്ച മെസ്സേജ് ഒന്നും എഴുതണ്ട കേട്ടോ സൂര്യ. അത്രയും സമയം ഒന്നും കളയണമെന്നില്ല. ജസ്റ്റ് ഒരു തമ്പിട്ടാ മതി, എനിക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോ എന്താണ് നമ്മളെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാൻ. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നിയമിക്കാനായിട്ട് ആപ്ലിക്കൻസിനെ തരംതിരിക്കുന്ന പ്രോസസ്സാണ് ഇത് സെലക്ഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സെലക്ഷൻ പ്രോസസ് റിക്വയർ എക്സ്ട്രീംലി സ്പെഷ്യലൈസ്ഡ് ടെക്നിക്. ഇനി സെലക്ഷൻ പ്രോസസ്സിൽ എന്താ ആവശ്യമാണ്? പല നല്ല ഒരു സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കുകൾ ആവശ്യമാണ്. Then the selection process involves. അപ്പോ അതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സിൽ ആരൊക്കെ ഉൾപ്പെടണം? എക്സ്പേർട്ട് എംപ്ലോയീസ് who are proficient in using selection test, then conducting interviews. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള എംപ്ലോയീസ് വേണം. who are proficient in using selection test. സെലക്ഷൻ ടെസ്റ്റ് ഉപയോഗിക്കാനായിട്ട്, സെലക്ഷൻ ടെസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട്, കണ്ടക്ടിങ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള, അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വിദഗ്ധരായിട്ടുള്ള എംപ്ലോയീസ് വേണം സെലക്ഷൻ പ്രോസസ്സില്. Selection process involves expert employees who are proficient in using selection test, conducting interviews, etc. നെക്സ്റ്റ് സെന്റൻസ് നോക്കി, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ആറാമത്തെ ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അപ്പൊ ഏതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്? ഏതാണ്? അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ആണ്. ഇറ്റ് ഈസ് necessary to enhance the efficiency of recruitment attempt in future. അതായത് എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. ഒരു റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ് അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ എന്താണ് നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ ഭാവിയിലേക്കുള്ള അറ്റംപ്റ്റ് അത് അത്യാവശ്യമാണ്.
നമ്മുടെ ഫ്യൂച്ചറിലേക്കും കൂടി നമ്മൾ നോക്കണം. ഇറ്റ് ഈസ് നെസസറി, ഇത് അത്യാവശ്യമാണ് ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലേക്ക് റിക്രൂട്ട്മെന്റ് അറ്റംപ്റ്റിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഓരോന്നും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യൂലേ, അപ്പോഴാണ് ചിലപ്പോ വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തി പോകുന്നത് അല്ലെ. അപ്പൊ ഫ്യൂച്ചറിലേക്ക് റിക്രൂട്ട്മെന്റിന്റെ എഫിഷ്യൻസി മെച്ചപ്പെടുത്താനായിട്ട് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് റിക്രൂട്ട്മെന്റ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്. നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. ഒരു വളരെ വിലപിടിപ്പ്, അതായത് എക്സ്പെൻസീവ്, ചെലവേറിയ ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, കുറെ പണിയുണ്ട് അതിന്റെ പിന്നില്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. ഇൻവോൾവിങ് ഏതൊക്കെയാണ് കോസ്റ്റ് വരുന്നത്? റിക്രൂട്ടേഴ്സ് സാലറി, റിക്രൂട്ടറിന് സാലറി കൊടുക്കണ്ടേ? വേണ്ടേ? റിക്രൂട്ടറിന് സാലറി കൊടുക്കണ്ടേ? റിക്രൂട്ടറിന് കൊടുക്കുന്ന സാലറി, അഡ്വർടൈസിങ് കോസ്റ്റ്, അഡ്വർടൈസ്മെന്റ് നടത്തണ്ടേ? ഇന്ന ദിവസം ഇവിടെ ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ ഒരു പരസ്യം കൊടുക്കണം. അതിന് ചെലവ് വരും. മാനേജർ സാലറി, മാനേജറിന്റെ സാലറി ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്, അത് കൂടാതെ മറ്റു പല കോസ്റ്റുകളും. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിക്രൂട്ട്മെന്റ് നടത്താന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്തൊക്കെയാ അതിനകത്ത് ഉൾപ്പെടുന്നതെന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. റിക്രൂട്ടേഴ്സ് സാലറി, അഡ്വർടൈസിങ്ങിന് വരുന്ന കോസ്റ്റ്, മാനേജറിന്റെ സാലറി ആൻഡ് വേരിയസ് അതർ കോസ്റ്റ്, മറ്റു പല കോസ്റ്റുകളും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ഒരു എക്സ്പെൻസീവ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ദസ് നെസസറി ടു ഇവാലുവേറ്റ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഫോൾട്ട് ഒന്നും പറ്റാതെ നമ്മൾ നല്ല രീതിയിലൊക്കെ നടത്തണം. വെച്ചാൽ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ 6 സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. വായിച്ചു നോക്കണം കേട്ടോ. ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു വെക്കാം. ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് കിടക്കുന്നതിന് മുന്നേ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. അന്നന്ന് എടുക്കുന്നത് കൃത്യമായിട്ടൊന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ ആണോ? വായിക്കോ? യെസ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എക്സാം വരുമ്പോഴേ ബുദ്ധിമുട്ടാവും. ലാസ്റ്റ് എല്ലാം കൂടി വായിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ, ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഏകദേശം പകുതിയൊക്കെ ആവാറാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നുണ്ട്. അപ്പൊ അതെപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങളത് അതിനു വേണ്ടി തയ്യാറാവുക. അതായത് അന്നന്ന് എടുക്കുന്നത് ഒരു പ്രാവശ്യം വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട. ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നത് നടക്കൂല. നിങ്ങൾക്കറിയാലോ, വലിയ വലിയ ചാപ്റ്റേഴ്സുകളൊക്കെയാണ്. അപ്പൊ അത് കാര്യങ്ങൾ എന്താ അതിനകത്ത് പറയണേന്നൊക്കെ മനസ്സിലാക്കുക. അണ്ടർലൈൻ ചെയ്യാനുള്ളത് അണ്ടർലൈൻ ചെയ്യുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. എക്സാം ആയിട്ടില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നത്തെ ബാച്ചിലെ എക്സാം ഇന്നാണ്. അവരുടെ ഫസ്റ്റ് ഒരു മൊഡ്യൂളിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്ററിന്റെ എക്സാം ഇന്ന് അവർക്ക്. നിങ്ങളുടെ തൊട്ട് മുന്നിലുള്ള ബാച്ചിന്റെ എക്സാം നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല. ഇപ്പൊ തുടങ്ങിയല്ലേ ഉള്ളൂ നമ്മള്. എക്സാം ഒക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളും തരും. വേറെ ഒന്നും അല്ല, ഇത് നമുക്ക് ഏകദേശം ഈ ഒരു ചാപ്റ്റർ പകുതി ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്, പകുതിയല്ല കുറച്ച് ആകുമ്പോഴത്തേക്ക് 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എക്സാമുകൾ വരും. അതിന്റെ കറക്റ്റ് ഇവിടെ നിന്ന് പറയും. ഞാൻ അതല്ല, ഞാൻ എന്താ വെച്ചാൽ നിങ്ങൾ അതും കൂടി മുന്നിൽ കണ്ട് വേണം ഒന്ന് വായിച്ചു വെക്കാനായിട്ട് കേട്ടോ. ചാപ്റ്റർ ഫുള്ള് തീർത്തിട്ട് പഠിക്കാനായിട്ട് ഇരിക്കരുത്. അന്നൊന്ന് എടുക്കുന്നത് വായിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സാം നമ്മുടെ മുന്നിലുണ്ട്. അത് സമയമുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു തരും. അതും കൂടിയൊക്കെ നോക്കി വെക്കാം. നമ്മൾ എവിടെ വരെയാണോ എടുത്ത് നിർത്തുന്ന അവിടെ വരെ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ആ സമയത്ത് തരും. ഓക്കെ, അപ്പോ 6 സ്റ്റെപ്പുകളാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. Sources of recruitment are the means of selecting the candidates for the purpose of the process of recruitment. എന്താ sources of recruitment എന്ന് പറയുന്നത്? ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെ ഒരു റിക്രൂട്ട്മെന്റിന്റെ ലഭ്യതയെ കുറിച്ച് നമുക്ക് ഒരു എന്താ പറയാ, ഒരു റിക്രൂട്ട്മെന്റ് സോഴ്സ്, അതിലൂടെയാണ് റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ നമുക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടും എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. എന്താണ്? ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനാണ്
പ്രോസസ്സിലേക്ക് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഇത് റിക്രൂട്ട്മെന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. Recruitment sources are the means of selecting the candidates. Candidates select ചെയ്യാണ് എന്തിനു വേണ്ടി? For the process of recruitment. Recruitment processന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതാണ് sources of recruitment എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ സെന്റൻസ്. Through the sources of recruitment, one get to know about the availability of the number of suitable candidates. ആ സോഴ്സിലൂടെ നമുക്ക് അറിയാൻ പറ്റും suitable candidates ന്റെ ആ ജോലിക്ക് suitable ആയിട്ടുള്ള candidates ന്റെ അവൈലബിലിറ്റി ലഭ്യതയെ കുറിച്ച് ഈ നമുക്ക് എവിടെ നിന്ന് അറിവ് കിട്ടുന്ന ഈ റിക്രൂട്ട്മെന്റ് സോഴ്സിലൂടെയാണ്. Then, when the recruitment plan demonstrating the number and the type of prospective candidates is finalized, then the recruitment source are considered. Prospective എന്ന് വെച്ചാൽ യോഗ്യതയുള്ള വരാനിരിക്കുന്ന candidates. അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തണം, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്ലാൻ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അത് വിശദീകരിക്കുമ്പോൾ അവിടെ എത്ര കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അത് നമ്മൾ ഫൈനലി ചെയ്യണം. Then the recruitment source, അങ്ങനെയുള്ള റിക്രൂട്ട്മെന്റ് സോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് this make it necessary to identify recruitment sources from which these candidates can be attracted. Candidates attract ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ രണ്ട് ടൈപ്പ് റിക്രൂട്ട്മെന്റ് സോഴ്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഇന്റേണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. Sources of recruitment, first sentence underline ചെയ്തിടുക. ഇനി next, there are two main sources of recruitment. രണ്ട് മെയിൻ റിക്രൂട്ട്മെന്റ് സോഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പേര്? ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇനി ഇവിടെ ചോദിക്കാം, which of the following is included in internal sources of recruitment? Internal source of recruitment include ചെയ്യുന്നത് ഏതൊക്കെ വന്നേ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. ഏതൊക്കെ വരുന്നേ? ഇന്റേണൽ സോഴ്സിൽ ഏതാ വരുന്നേ? പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഏതൊക്കെ ഇന്റേണൽ സോഴ്സിൽ വരുന്ന ഏതാ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൻസ്, ഫോർമർ എംപ്ലോയി, പ്രീവിയസ് ആപ്ലിക്കൻസ്. Then external source il varuna eda? Direct method, indirect methods, third party methods. Clear ayo? Sources of recruitment. Candidates ne attract ചെയ്യുന്ന, നമുക്ക് കാൻഡിഡേറ്റ്സ് അട്രാക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് സോഴ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച അത്യാവശ്യമാണ്. രണ്ട് സോഴ്സ് ആണ് നമുക്ക് റിക്രൂട്ട്മെന്റ് സോഴ്സുകൾ. നമുക്ക് ഈ കാൻഡിഡേറ്റ്സിന് നമുക്ക് കിട്ടണ്ടേ? അതിനുള്ള സോഴ്സ് രണ്ട് ടൈപ്പ്. there are two types of recruitment sources, internal sources, external sources. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ് പേരുകൾ പഠിച്ചു വെക്കണം. അത് ബൈഹാർട്ട് തന്നെ പഠിക്കാം. പിന്നെ നോക്കിയേ, ഇന്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സസ് എന്ന് വെച്ചാൽ എന്താ? This is the process of filling job opening by choosing from the pool of existing workforce in the organization. ഒരു ഓർഗനൈസേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫില്ല് ചെയ്യാണ്. ജോബ് ഓപ്പണിംഗ്, ജോലിയുടെ ആ വേക്കൻസി അത് ഫില്ല് ചെയ്യാനായിട്ട് എവിടെ നിന്നാണ്? ഈ നമ്മുടെ കമ്പനിയിലെ, നമ്മുടെ ഓർഗനൈസേഷനിലുള്ളിലുള്ള നിലവിലുള്ള വർക്ക് ഫോഴ്സിനെ ചൂസ് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ നിലവിലുള്ള തൊഴിലാളികള്, എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ്, അവരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. ആ ജോബ് ഓപ്പണിംഗ് ഫില്ല് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കുന്ന പ്രോസസ് ആണ് ഇന്റേണൽ സോഴ്സസ്. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഫില്ലിംഗ് ജോബ് ഓപ്പണിംഗ് by choosing from the pool of existing workforce in the organization. എന്താണ് ഇന്റേണൽ സോഴ്സസ്? മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളില്
ഇപ്പൊ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു ഇന്റേണൽ ആണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്, നമ്മുടെ ക്ലാസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നതാണ് അല്ലെ. വേറെ ബാച്ചിലേക്ക് വേറെ ക്ലാസ്സിലേക്ക് ഒന്നും ഞാൻ പോണില്ല. ഇതിപ്പോ നിങ്ങളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇന്റേണൽ സോഴ്സസ് ആണ്. നമ്മുടെ ആ ഓർഗനൈസേഷന്റെ ഉള്ളില് അവിടെ നിലവിലുള്ള വർക്കേഴ്സിൽ നിന്ന് ആ ജോബ് ഓപ്പണിംഗ് ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് ഇന്റേണൽ സോഴ്സസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാളെ ഞാൻ എടുത്തു, നിങ്ങളുടെ ക്ലാസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാളെ എടുത്തു, അത്രേ ഉള്ളൂ. നോക്കിയേ, ഫോളോയിങ് മെത്തേഡ്സ് ഓർ ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് വൈൽ റിക്രൂട്ടിംഗ് ഇന്റേണലി. ഇനി ഇന്റേണൽ റിക്രൂട്ട്മെന്റിന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് ഫോളോയിങ് മെത്തേഡ്, താഴെ പറയുന്ന മെത്തേഡുകളാണ് കമ്പനി ഉപയോഗിക്കുന്നത്. അഞ്ചെണ്ണം പറയുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കി. ഒന്നാമത്തെയാണ് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ് അല്ലെ, എപ്പോഴും കേൾക്കാതെ എനിക്ക് ട്രാൻസ്ഫർ ആയി ഇന്ന സ്ഥലത്തേക്കാ, എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് അത്? രണ്ടും ട്രാൻസ്ഫറും പ്രൊമോഷനും ഒരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. നോക്കി, എന്താണ് ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്ന് വെച്ചാൽ? ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ആർ വേ ഓഫ് ഫില്ലിംഗ് ഓർഗനൈസേഷണൽ ജോബ് വേക്കൻസി ഇന്റേണലി. അണ്ടർലൈൻ ചെയ്തേ. ആ കമ്പനിയുടെ ജോബ് വേക്കൻസി അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളെ വെച്ച് ഫില്ല് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് മാർഗങ്ങളാണ്. ആർ ദ വേസ്, രണ്ട് മാർഗമാണ്. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഇവിടെ രണ്ട് ഒഴിവുണ്ട്, ഞാൻ നിങ്ങളിൽ ഞാൻ സെലക്ട് ചെയ്യാം, കണ്ടോ? അതായത് നമ്മുടെ ക്ലാസ്സിന്റെ ഉള്ളിൽ ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നു. അത് ഒന്നിലും ട്രാൻസ്ഫറിന്റെ രീതിയിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ട് കൊടുക്കാം. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് താഴെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അതെന്താ പറഞ്ഞേക്കുന്നത്? ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്ന് പറയുന്ന രണ്ട് മാർഗമാണ്. എന്തിനുള്ളത്? ഇന്റേണലി ആയിട്ട്, അതായത് ആ ഓർഗനൈസേഷനുള്ളില് ആ ഓർഗനൈസേഷൻ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള രണ്ട് മാർഗമാണ് ട്രാൻസ്ഫർ പ്രൊമോഷനും. ഇനി നോക്കിയേ, ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഈസ് കോൾഡ് ട്രാൻസ്ഫർ. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താ ട്രാൻസ്ഫർ? ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ്. സെയിം ഗ്രേഡ് തന്നെയാ, ഗ്രേഡ് മാറല്ല, പക്ഷെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് മാറ്റും. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്താണ്? ഇന്റേണൽ മൂവ്മെന്റ് വിത്തിൻ ദ സെയിം ഗ്രേഡ്. നിങ്ങൾ ആ ഗ്രേഡ് മാറല്ല, ഗ്രേഡ് ലെവലിൽ മാറല്ല. ഏത് പോസ്റ്റിലാണ് നിങ്ങൾ ഇരുന്നേ ആ പോസ്റ്റ് തന്നെയാണ്, പക്ഷെ ഒരു ഇതിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക്, ഫ്രം വൺ ജോബ് ടു അനദർ, സെയിം ഗ്രേഡ് ഫ്രം വൺ ജോബ് ടു അനദർ. അതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ സാലറി ഒന്നും മാറണില്ല, സെയിം സാലറി തന്നെ, പക്ഷെ വേറെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആയെന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഞാനിവിടെ ആയിരുന്നു, എനിക്ക് ട്രാൻസ്ഫർ ആയിട്ടോ വേറെ ഇതിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ആയി, പക്ഷെ അവർക്ക് ഗ്രേഡ് മാറുള്ള. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കി, അണ്ടർലൈൻ ചെയ്തോളാം സെന്റൻസ്. whereas the movement of employee from lower position to the higher position. എന്നാൽ ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് എംപ്ലോയിനെ മാറ്റുന്നു. അതിന് എംപ്ലോയിയുടെ മൂവ്മെന്റ്, അതിനെയാണ് ഇതെന്ന് പറയുന്നത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു, എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്ക് വേഗം നമ്മൾ മാറ്റി. അല്ലെങ്കിൽ അറ്റൻഡർ ആയിരുന്നു, നെക്സ്റ്റ് അടുത്ത പോസ്റ്റിലേക്ക് നമ്മൾ മാറ്റി. അതാണ് പ്രൊമോഷൻ. കണ്ടോ, പ്രൊമോഷൻ കിട്ടി. ചിലപ്പോ ഇത്രയും വർഷമൊക്കെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത ലെവലിലേക്ക് പ്രൊമോഷനായി. നമ്മൾ ആദ്യം കോൺസ്റ്റബിൾ ആയിട്ട് കയറി, എന്നിട്ട് നമ്മൾ ഓരോ ഇത് കഴിയുമ്പോഴും ഇത്ര വർഷം കൂടുമ്പോഴും അവര് അങ്ങനെ SI ആയി അങ്ങനെ ഉയർന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടാറില്ലേ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെ? അതെന്താണ് ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ? എന്താണ്? ലോവർ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ അവരുടെ വർക്കിൽ വ്യത്യാസം വരും. കണ്ടോ, along with the changes in work, വർക്കിൽ വ്യത്യാസം വരും, അവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ വ്യത്യാസം വരും. ഉത്തരവാദിത്തങ്ങൾ പണ്ടത്തെ ഇതല്ല അല്ലെ, വർക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അതിന്റെ അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങളായി. സ്റ്റാറ്റസ്, അവരുടെ നില, വാല്യൂ ആൻഡ് ദീസ് ടേംഡ് ആസ് പ്രൊമോഷൻ. രണ്ടും ക്ലിയർ ആയോ? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് എംപ്ലോയിയുടെ മൂവ്മെന്റ് ആണ് പ്രൊമോഷൻ. മൂവ്മെന്റ് ഓഫ് എംപ്ലോയി ഫ്രം ലോവർ പൊസിഷൻ ടു ഹയർ പൊസിഷൻ. അപ്പൊ അവരുടെ വർക്ക് മാറി അല്ലെ, നേരത്തെ ചെയ്ത ജോലിയല്ല, പ്രൊമോഷൻ കിട്ടി, കുറച്ചും കൂടി ഉയർന്ന പോസ്റ്റിലേക്ക് കയറി, വർക്കിൽ വ്യത്യാസം, റെസ്പോൺസിബിലിറ്റിയിൽ വ്യത്യാസം, അവരുടെ സ്റ്റാറ്റസ്, നില പറയില്ലേ, വാല്യൂ, ഇതൊക്കെയാണ് ഇതെന്ന് പറയുന്നത് പ്രൊമോഷൻ.
രണ്ടും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. രണ്ട് സെന്റൻസും അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്കവാറും എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ട്രാൻസ്ഫറോ പ്രൊമോഷനോ. ഇനി രണ്ടാമത്തെയാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജോബ് പോസ്റ്റിംഗ് പേര് പോലെ തന്നെ ജോബിനെ കുറിച്ചുള്ള കാര്യം ഒരു പോസ്റ്റ് ആക്കി വെക്കുക, പോസ്റ്റ് ഇതാക്കി വെക്കുകയാണ്. നോക്കിയേ, എന്താണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻ ഹൗസ് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ്. ജോബ് പോസ്റ്റിംഗ് എന്താ? ഒരു ഇൻ ഹൗസ് മെത്തേഡ് ആണ്. ഇന്റേണലി ഓർഗനൈസേഷനുള്ളിൽ നിന്ന് തന്നെ റിക്രൂട്ട്മെന്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ജോബ് പോസ്റ്റിംഗ്. In which the notice of vacant jobs are posted at the important places of the organization, such as employee lounges, cafeterias, elevators, etc. Lounges എന്ന് പറഞ്ഞാൽ വിശ്രമമുറി. അപ്പൊ ഏതാണ് ജോബ് വേക്കൻസി അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് അതിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ഒക്കെ അടങ്ങുന്ന ഒരു നോട്ടീസ് ഒരു പ്രധാനപ്പെട്ട ഏരിയകളുടെ സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഏരിയയിൽ വെക്കും. എംപ്ലോയിയുടെ ലോഞ്ചസ്, എംപ്ലോയി വിശ്രമമുറിയില്, കഫറ്റീരിയയില്, എലിവേറ്ററിലൊക്കെ വെക്കും. അപ്പൊ അത് കാണുന്ന എല്ലാവർക്കും അറിയാലോ ഇന്ന പോസ്റ്റ് വേക്കന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ല, ഒരു നോട്ടീസ് ആ വേക്കന്റ് ജോബിനെ കുറിച്ച് വെക്കുന്ന ഒരു മെത്തേഡാണ് ജോബ് പോസ്റ്റിംഗ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ജോബ് അഡ്വർടൈസ്മെന്റ്. ജോബ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയാം. ജോബിനെ കുറിച്ച് ഒരു പരസ്യം കൊടുക്കുകയാണ്. അത് പുറമേ അല്ല, എവിടെയാ? ഓർഗനൈസേഷന്റെ ഉള്ളില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളില് ആ വേക്കന്റ് ജോബിനെ കുറിച്ചുള്ള ഒരു നോട്ടീസ് വെക്കുന്നു. അതാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? അതായത് ഓർഗനൈസേഷൻ ഒഴിവുള്ള പോസ്റ്റ് അതിനെ കുറിച്ചുള്ള ഒരു പരസ്യമാണ്, ശരിക്കും അഡ്വർടൈസ്മെന്റ് ആണ്. അത് എന്തിനു വേണ്ടിയാ? കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന കാര്യമാണ്. അതിനകത്ത് ജോലിയുടെ വിശദാംശങ്ങള്, ഉത്തരവാദിത്തങ്ങള്, എങ്ങനെ അപേക്ഷിക്കണം എന്നിവയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാക്കും. അത് കാൻഡിഡേറ്റ്സിനെ അറിയിക്കാനുള്ള ഒരു പരസ്യമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? And the employee are provided with a large amount of time to apply for the available job. എംപ്ലോയിക്ക് ആ ടൈം പ്രൊവൈഡ് ചെയ്യും. എന്താണ്? അതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ അത് കണ്ട് നമുക്ക് അതിന് താല്പര്യമുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? Nowadays, job posting is being used as one of the most creative way of recruitment in organization. ഇപ്പൊ ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗമാണ് റിക്രൂട്ട്മെന്റ് നടത്താനായിട്ടുള്ളത്. Various organizations consider job posting as an inbuilt part of an effective career management system. അവരുടെ കരിയർ മാനേജ്മെന്റ്, കരിയറിലെ അതിന്റെ ഒരു നല്ലൊരു ഭാഗമായിട്ട്, ഒരു ഇൻബിൽറ്റ് പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതായിട്ട് പല ഓർഗനൈസേഷനും ജോബ് പോസ്റ്റിങ്ങിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കരിയറിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാകും അല്ലേ? അതേക്കുറിച്ച് ഇൻബിൽറ്റ് പാർട്ട്. Then, thus, it is considered to be easiest and the most commonly used method by employer to inform the employee about the job posting. ഇത് ഏറ്റവും നല്ലൊരു മാർഗമാണ്, ഈസി, എളുപ്പമുള്ളതും and most commonly used method, ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എംപ്ലോയർ. എന്തിനാ? To inform the employee about the job opening. ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ച് എംപ്ലോയിനെ അറിയിക്കാൻ ഒരു എംപ്ലോയർ സാധാരണയായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗവുമാണ് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ജോബ് പോസ്റ്റ് ലാസ്റ്റ് സെന്റൻസ്. Job posting is considered to be the easiest and most commonly used method by employer. എംപ്ലോയർ ഉപയോഗിക്കുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളത്, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ജോബ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് ജോലിയുടെ ഒഴിവിനെ കുറിച്ച് കാൻഡിഡേറ്റ്സിനെ അറിയിക്കാൻ. ക്ലിയർ ആയ ആ പാരഗ്രാഫ്? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം.
easiest and most commonly method by employer. Employer ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ്. എന്തിനു വേണ്ടി? ടു ഇൻഫോം എംപ്ലോയി അബൌട്ട് ദ ജോബ് ഓപ്പണിംഗ്. ജോബ് ഓപ്പണിംഗിനെ കുറിച്ച് എംപ്ലോയിനെ അറിയിക്കാൻ. ഓക്കെ, ഇനി അടുത്തതാണ് എംപ്ലോയി റെഫറൽ. എംപ്ലോയി റെഫറൽ അടുത്തൊരു ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. ഇന്റേണൽ സോഴ്സ് ആണ് ഇതിനകത്ത് വരുന്നതാണ് എംപ്ലോയി റെഫറൽ. യൂസിംഗ് പേഴ്സണൽ കോൺടാക്ട് ടു ഫിൽ ദ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയി റെഫറൽ. അണ്ടർലൈൻ ചെയ്തിട്ടേ ഫസ്റ്റ് സെന്റൻസ്. യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട്. ഇപ്പം നമ്മുടെ ഒരു പേഴ്സണൽ കോണ്ടാക്ട്, ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മളെല്ലാവരും തന്നെ നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. എനിക്കിപ്പോ ഓരോരുത്തരും നിങ്ങളുടെ അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ എന്റെ ഒരു പേഴ്സണൽ കോണ്ടാക്ട്, ഇപ്പൊ ഞാനിവിടെ ഒരു ഒഴിവുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ കാവ്യോട് പറയാണ്, അല്ലെങ്കിൽ ഞാൻ സുമയ്യോട് ഞാൻ പറയാണ്, ആഷ്മിനോട് പറയാണ്, ഇവിടെ ഐഷോട് പറയാണ്, ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ, അപ്പൊ നിങ്ങളൊന്ന് അത് ആപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ. അത് ഞാൻ റെഫർ ചെയ്യാം നിങ്ങളെ അല്ലേ, എന്റെ ഒരു പേഴ്സണൽ കോണ്ടാക്ട് അല്ലെ. അവിടെ അതായത് ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി വർക്ക് ചെയ്യാണ്, അവിടെ നിലവിലുള്ള ജോലിക്കാര് അവരുടെ കമ്പനിയില് ഒഴിവുള്ള തസ്തികയിലേക്ക് അവരുടെ നെറ്റ്വർക്കിൽ നിന്ന് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെ, റെഫർ ചെയ്യുന്നു. അതാണ് എംപ്ലോയി റെഫറൽ എന്ന് പറയുന്നത്. Using personal contact to fill the job opportunity is known as dash. The employee referral. Underline ചെയ്തേ, employee referral. It is a reference from the existing employee regarding a candidate, be it a friend or close relative. അപ്പൊ നമ്മൾ അവിടെ നിലവിലുള്ള എംപ്ലോയി ഇല്ലേ, അവരെന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവരെ റെഫർ ചെയ്യാണ്. അതിപ്പോ ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആവാം. അങ്ങനെ നിങ്ങളൊക്കെ ഇല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ കയറി നിങ്ങളെ വിളിച്ച് നിങ്ങളോട് പറയൂലേ, അപ്പൊ അവര് നിങ്ങളെ റെഫർ ചെയ്യും അല്ലേ, റെഫർ ചെയ്യൂലേ. അല്ലെങ്കിൽ വേണ്ട, അവർക്കിപ്പോ വേണ്ട, അങ്ങനെ നമ്മൾ മനസ്സിൽ വെക്കോ. നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ അതേ അവിടെ ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ, നീ അവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്ക് എന്നൊക്കെ പറയൂലേ, നിങ്ങൾ പറയോ? നമ്മുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യൂല കമ്പനിയിലേക്ക്. ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇതുണ്ട്, ഇത് കോഴ്സ് കഴിഞ്ഞതാണ്, എക്സ്പീരിയൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അതാണ് അതും നമ്മുടെ കമ്പനിയുടെ ഉള്ളില് ഉള്ളത്. അതെ, നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ close relatives. It is a reference from existing employee regarding a candidate, be it a friend or close relative. It is considered to be an it-take one to know one approach. എന്താ, അതായത് ഇത് ഒരാൾക്ക് സ്വയം അറിയാവുന്ന ഒരു സമീപനമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരാളെ ഞാൻ അതിലേക്ക് റെഫർ ചെയ്യുള്ളൂ. A major problem in this method is that it encourages favoritism. Underline ചെയ്തിട്ട് ഒരു എംപ്ലോയി റെഫറൽ മെത്തേഡിന്റെ ഒരു എന്താ പറയാ, ഒരു പ്രോബ്ലം, ഒരു പ്രശ്നമാണ് ഇറ്റ് എൻകറേജ് ദ ഫേവറിറ്റിസം. നമ്മളിപ്പോ എല്ലാവരും ഒരുമിച്ച് കമ്പനിയിൽ ജോലിക്ക് കയറിയതാ, അപ്പൊ എന്തെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ ജോബ് വേക്കൻസി വരികയാണെങ്കിൽ ഞാനിപ്പോ റെഫർ ചെയ്യാണ് നിങ്ങളെ വെച്ചാ, അങ്ങനെ വരുമ്പോഴേ എന്താ പറയാ, എനിക്ക് ഫേവർ ആയിട്ടുള്ളവരെയാണ് ഞാൻ ആദ്യം പറയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ചിലപ്പോ എന്താ അതൊരു ഫേവറിറ്റിസം എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാ. ചിലപ്പോ നല്ല ക്വാളിഫിക്കേഷനുള്ള വേറെ ആളുകൾ ഉണ്ടാവാം അല്ലെ, വേറെ പോസ്റ്റ് ഇരിക്കാൻ പറ്റുന്ന നല്ല ഡിഗ്രി ഉള്ള നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആള് വേറെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഫേവർ ചെയ്യാണ് എന്റെ ഫ്രണ്ടിനെ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവിനെയൊക്കെയാണ് ഞാൻ പറയുള്ളൂ, റെഫർ ചെയ്യുള്ളൂ. അതൊരു പ്രശ്നമാണ്. എംപ്ലോയി റെഫറൽ മെത്തേഡിന്റെ ഒരു പ്രശ്നമാണ് ഇത്. ഇറ്റ് എൻകറേജ്, എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഫേവറിറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷപാതം. That is, the candidates of one community or caste are selected who may not be suitable for the job. എന്ന് വെച്ചാൽ എന്താ, അതായത് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി, ഇപ്പൊ നമ്മുടെ സെയിം കാസ്റ്റില് നമ്മൾ റെഫർ ചെയ്യാണ് അങ്ങനെ നോക്കിയിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, who may not be suitable for the job, ആ ജോലിക്ക് ചിലപ്പോ സ്യൂട്ടബിൾ അല്ല എന്ന് വരാം. നമ്മള് റെഫർ ചെയ്യല്ലേ,
അപ്പൊ നമ്മൾ ഫേവർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ റെഫർ ചെയ്യുള്ളൂ. ഒരു പക്ഷെ അവര് ആ ജോലിക്ക് സ്യൂട്ടബിൾ അല്ലാതെ വരാം ആകാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. സെന്റൻസ് യൂസിങ് പേഴ്സണൽ കോണ്ടാക്ട് ടു ഫിൽ ദ ജോബ് ഓപ്പർച്യൂണിറ്റി ഈസ് നോൺ ആസ് എംപ്ലോയി റെഫറൽ. ഇനി എംപ്ലോയി റെഫറൽ മെത്തേഡിന്റെ ഒരു പ്രശ്നം എന്താണ്? എൻകറേജ് ഫേവറിറ്റിസം. അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്തതാണ് ഫോർമർ എംപ്ലോയി. ഫോർമർ എംപ്ലോയി ചിലപ്പോ കമ്പനി, അതായത് ഫോർമർ മുന്നുള്ള എംപ്ലോയിനെ റെഫർ ചെയ്യാം. ഫോർമർ എംപ്ലോയി അവര് ആ കമ്പനിയിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നതാണ്, അവര് വേണമെങ്കിൽ റെഫർ ചെയ്യാം. Former employee are increasingly becoming a feasible source of recruitment as a employers mostly contact former employee. ഇതൊരു ഏറ്റവും feasible എന്ന് പറഞ്ഞാൽ സാധ്യമായ ഒരു മാർഗമാണെന്ന്. Okay. Former employee are increasingly becoming a feasible source of recruitment. Recruitmentന്റെ ഏറ്റവും സാധ്യമായ ഒരു മാർഗമാണ് ഫോർമർ എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. മോസ്റ്റ്ലി കോണ്ടാക്ട് ഫോർമർ എംപ്ലോയി. എംപ്ലോയർ ഫോർമർ എംപ്ലോയിനെ കോണ്ടാക്ട് ചെയ്യും. They are more trusted as an internal source because they have a relationship with the company. അവർ ഇത്രയും നാള് കമ്പനിയിൽ ജോലി ചെയ്തവരല്ലേ, അല്ലേ? അവര് കൂടുതൽ വിശ്വസ്തനാണ്. കമ്പനിക്ക് അറിയാലോ, കമ്പനിയിൽ ഇപ്പൊ ഒരു 10 വർഷം ജോലി ചെയ്ത ആളാണ്. അത്രയും വർഷം കമ്പനിക്ക് അയാളെ പരിചയമുണ്ട്. അപ്പൊ അയാളുമായിട്ട് കമ്പനിക്ക് നല്ല വിശ്വാസമല്ലേ അയാളില്? They are more trusted. അവര് കൂടുതൽ വിശ്വസനീയരാണ് as internal source because they are in relationship with the company. അത്രയും വർഷം നിന്ന് അയാൾക്ക് കമ്പനിയുടെ എല്ലാ പോളിസി പ്രൊസീജിയർ എല്ലാ കാര്യങ്ങളും ഒക്കെ അറിയാം. കമ്പനിയിലെ നല്ല വിശ്വസ്തരാണ്. Many of the retired employee may be interested to return to work on a part-time basis. Many propose someone who would like to work for the organization. ഇനി റിട്ടയർഡ് ആയിട്ടുള്ളവര് ചിലപ്പോ അവര് ഇൻട്രസ്റ്റ് കാണിക്കാലോ പാർട്ട് ടൈം ബേസിൽ വരാനൊക്കെ ആയിട്ട്. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞതാണ്. അപ്പൊ അവര് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവരിനി ജോലി ചെയ്യാൻ ഹെൽത്തിയാണ്. വേറെ ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അവരിപ്പോഴും വില്ലിംഗ് ആണെങ്കിൽ എന്താ, അവരെ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. കണ്ടോ, ആ ഒരു ഓർഗനൈസേഷനിൽ ചോദിക്കുക. Someone who would like to work for the organization. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആള് അവരെ പ്രപ്പോസ് ചെയ്യാം. At times, people who have left the company for upbringing their family or to complete the college education are excited to return work after fulfilling their individual objectives. ഇനി ചിലപ്പോ ആളുകളെ, അതായത് കമ്പനിയിൽ നിന്ന് പോയ ആളുകള്, അതായത് ഫാമിലിയുടെ എന്തെങ്കിലും ഇത് കാരണം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനായിട്ട്, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ജോലി കിട്ടി, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഹയർ സ്റ്റഡീസിനൊരു ചാൻസ് വരികയാണെങ്കിൽ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ അവർ ആ ജോലി വിട്ട് ആ പഠനത്തിന് പോകാം. ഇനി അത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിയിലേക്ക് വീണ്ടും അവര് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കാം. അങ്ങനെയുള്ളവര് ഉണ്ടോ? And work after fulfilling their individual objectives. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ അത് ഫുൾഫിൽ ചെയ്തിട്ട് കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ മനസ്സുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളാവാം ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ who had left the job earlier for another job may be interested to return for higher salary package. പിന്നെ എന്താ, ഇനി നമ്മള് ജോലിയിലെ കുറെ നാൾ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്ന, പക്ഷെ സാലറി കുറവായിരുന്നു. അന്ന് കമ്പനി ഇച്ചിരി നഷ്ടത്തിലാണ് നടന്നത്. അപ്പൊ അതുകൊണ്ട് സാലറി കുറവായിരുന്നു. പക്ഷെ എന്നിട്ട് അവരപ്പോ വേറെ കമ്പനിയിലേക്ക് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ കമ്പനി കുറച്ച് അധികം അഡ്വാൻസ് ആയി, നല്ല ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരുടെ സാലറി പാക്കേജ് കൂട്ടി. സാലറി കൂട്ടി എന്ന് വരുമ്പോ ആ പോയ ആൾക്ക് വീണ്ടും ആ കമ്പനിയിലേക്ക് വരാൻ തോന്നാലോ, അല്ലേ? അയ്യോ, ഇവിടെ ഇത്രയും സാലറി ഉണ്ടായിരുന്നോ, ഇപ്പൊ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഡബിൾ സാലറി ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം വരാലോ. അങ്ങനെയുള്ളവരും ആകാം. ഇൻഡിവിജ്വൽ who had left the job, ജോലിയിൽ നിന്ന് പോയവര്, earlier മുന്നേ ജോലിയിൽ നിന്ന് പോയവര്, for other job may be interested to return. അവര് വീണ്ടും ഈ കമ്പനിയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യം കാണിക്കാം. എന്തിനാ? for a higher salary package. കമ്പനിയിലുള്ള ഉയർന്ന സാലറി പാക്കേജ് കാരണം.
for attracting retire or other who had worked earlier in the organization, the use of job sharing and flexi time program can be beneficial. ഇനി റിട്ടയർഡ് ആയിട്ടുള്ള നേരത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരെ നമ്മൾ ആ കമ്പനിയിലേക്ക് വിളിക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ജോബ് ഷെയറിംഗ്. ജോബ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ ജോബ് ഇങ്ങനെ എന്താ ജോലിയില് നമ്മള് കുറച്ച് ഭാഗങ്ങളാക്കി അങ്ങനെ കൊടുക്കാം. ഒരാള് മൊത്തമായിരുന്നു ചെയ്യണ്ട, അങ്ങനെ എന്തെങ്കിലും ഷിഫ്റ്റ് പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം, ഫ്ലെക്സി ടൈം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമായ വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം. ആണോ, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം. രാവിലെ 2 മണിക്കൂർ ചെയ്താൽ മതി, അല്ലെങ്കിൽ 11 മണി തൊട്ട് 3 മണി വരെ വർക്ക് ചെയ്താൽ മതി. അങ്ങനെയുള്ളതൊക്കെ അവർക്ക് ബെനിഫിഷ്യൽ ആണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഈ ജോബ് ഷെയറിംഗ്, ഫ്ലെക്സി പ്രോഗ്രാം ഇതൊക്കെ അവരെ ആ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയിൽ നേരത്തെ വർക്ക് ചെയ്തവരെ ഒക്കെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണെന്ന്. Recruiting former employees beneficial in sense that the organization already know about their work ethics. എന്തുകൊണ്ടാ കമ്പനി ഫോർമർ എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാ ഇഷ്ടപ്പെടുന്നേ? അവർക്ക് അറിയാൻ പറ്റും, ഓൾറെഡി നോ അബൌട്ട് ദർ വർക്ക് എത്തിക്സ്. കമ്പനിക്ക് അറിയാൻ പറ്റും, കമ്പനിയിലെ അവർക്ക് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ആ കമ്പനിക്കും അറിയാൻ പറ്റും അവരുടെ വർക്ക് എത്തിക്സ് എങ്ങനെയാണെന്ന്. അല്ലേ, അറിയാൻ പറ്റൂലേ? കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അവർക്കും അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കമ്പനിക്കും 10 വർഷം നിന്ന് ആളാകുമ്പോ അറിയാൻ പറ്റൂലേ കമ്പനിക്ക്. അപ്പോ അവരെ തന്നെ വീണ്ടും റിക്രൂട്ട് ചെയ്യാൻ കമ്പനി താല്പര്യം കാണിക്കും. കാരണം അവർക്ക് കമ്പനിയുടെ പോളിസി പ്രൊസീജിയർ അറിയാം, ആ കമ്പനിക്കാണെങ്കിൽ എംപ്ലോയിയുടെ വർക്ക് എത്തിക്സിനെ കുറിച്ചൊക്കെ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇതാണ് ഫോർമർ എംപ്ലോയി എന്ന് പറയുന്നത്. ഫോർമർ എംപ്ലോയി. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത്, former employee increasingly became feasible source of recruitment after employers mostly contact former employee. Former employee എന്ന് പറഞ്ഞാൽ അവര് വിശ്വസ്തരാണ്. ഇതൊക്കെ അവരെ ഓരോ ചാൻസുകളാട്ടോ. ഫോർമർ എംപ്ലോയി എന്ന് പറയുന്ന ഏതൊക്കെ ഇതാണെന്നാ പറഞ്ഞേക്കണത്. പിന്നെ അതിനകത്ത് ആ സെന്റൻസ് നോക്കി, ഇൻഡിവിജ്വൽ ഹു ഹാഡ് ലെഫ്റ്റ് ദ ജോബ് എർലിയർ ഫോർ ദ ജോബ്. നേരത്തെ ജോലിക്ക് പോയവര് തിരിച്ച് കമ്പനിയിലേക്ക് മടങ്ങി വരാൻ താല്പര്യം കാണിക്കാം. എന്തുകൊണ്ട്? റിട്ടേൺ ഫോർ ദ ഹൈ സാലറി പാക്കേജ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. പിന്നെ ലാസ്റ്റ് അത് നോക്കിയേ, സെന്റൻസ് നോക്കിയേ, ഫോർ അട്രാക്ടിങ് റിട്ടയർ ഓർ അതർ ഹു had worked earlier in the organization. എന്താ ഉപയോഗിക്കണേ? അവരെ അട്രാക്ട് ചെയ്യാൻ ജോബ് ഷെയറിംഗ് ആൻഡ് ഫ്ലെക്സി ടൈം പ്രോഗ്രാം. അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം കൊടുക്കുകയാണെങ്കിൽ അവർ വരും. അതൊക്കെ ബെനിഫിഷ്യൽ ആണ്. ലാസ്റ്റ് സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തു. Recruiting former employees beneficial in the sense that the organization already know about their work ethics. എന്തുകൊണ്ടാ കമ്പനി അവരെ എടുക്കാൻ വീണ്ടും ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാ? കമ്പനിക്ക് അത് ബെനിഫിഷ്യൽ ആണ്. എന്താന്ന് വെച്ചാൽ കമ്പനിയുടെ വർക്ക് എത്തിക്സ്, അയാളുടെ ആ എംപ്ലോയിയുടെ വർക്ക് എത്തിക്സിനെ കുറിച്ച് കമ്പനിക്ക് അറിയാം, കമ്പനിയെ കുറിച്ച് അവർക്കും അറിയാം. ഇനി പുതിയത് അവരെ ട്രെയിൻ ചെയ്യുകയോ പുതിയ കാര്യങ്ങൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട. 10 വർഷം നമ്മുടെ കമ്പനിയിലെ ആളാണ്, കമ്പനിയും അയാളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കമ്പനിക്ക് ബെനിഫിഷ്യൽ ആണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള് ഫോർമർ എംപ്ലോയി വരെ. ഇതൊക്കെ ഏതാ നമ്മൾ പറഞ്ഞത്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാ? കമ്പനിയുടെ ഉള്ളിൽ തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഇതാണ് ഇന്റേണൽ സോഴ്സസ്. ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ആ ജോബ് നോട്ടീസ് ബോർഡ് വെക്കുന്നതാവാം, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റെഫറൽ, എംപ്ലോയി അവരുടെ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒക്കെ റെഫർ ചെയ്യുന്ന ആ ഒരു ഇതാകാം, അല്ലെങ്കിൽ കമ്പനിയിൽ നേരത്തെ ഉണ്ടായിരുന്നവര്. അത് ഇന്റേണൽ സോഴ്സിൽ തന്നെ വരുന്നതാണ് ഫോർമർ എംപ്ലോയി. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? വായിച്ചു വെക്കോ ഇന്ന് തന്നെ? ഓക്കെ, ആക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത്രയൊന്ന് വായിച്ചു വെച്ചേക്കാം.